ഒപ്പോസ് ചെയ്തു എന്ന് എഴുതി ആ നുണ ആളുകളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏത് എൻസൈക്ലോപീഡിയ ആണെങ്കിൽ അതിൽ ഗലീലിയോ എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ എടുത്തു നോക്കുക. അതിന് എൻ്റെ ഹെൽപ്പ് വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻസൈക്ലോപീഡിയ എടുത്തു നോക്കുക. അവിടെ പറയുന്ന കാര്യം, ഗലീലിയോയെ എതിർത്തത് അന്നത്തെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ആയിരുന്നു, ചർച്ചല്ല. സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി പ്രഷറൈസ് ചെയ്തതുകൊണ്ട് ചർച്ച് ആക്ഷൻ എടുത്തതേ ഉള്ളൂ. 2, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ആനിമൽസ് എല്ലാം വെജിറ്റേറിയൻസ് ആയിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അതൊരു ശാസ്ത്ര വസ്തുതയല്ല. ശാസ്ത്രത്തെക്കുറിച്ച് ഒരു വ്യക്തി പറയുമ്പോൾ ശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ള ഗവേഷണം ചെയ്തിട്ട് വേണം എഴുതാൻ. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ലാസ്റ്റിലുള്ള റെഫറൻസസ് ഒന്ന് നോക്കുകയായിരുന്നു. 38 ബുക്സാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ 8ഓ 10ഓ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻസ് ആണ്. ബാക്കിയുള്ള 20 ബുക്സിൽ ഒറ്റയൊരു സയൻറ്റിഫിക് ബുക്കിൻ്റെ റെഫറൻസ് ഇല്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വലിയ എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്തതോ അല്ലെങ്കിൽ യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരുടെ ബുക്സ് മാത്രം എടുത്താണ് ഇതിൽ ഉദ്ധരണികൾ തന്നിരിക്കുന്നത്. പിന്നെ എഡ്യൂക്കേഷനുള്ള 2 പേരുണ്ട്. ഒന്ന് റെയ്മണ്ട് ബ്രൗൺ. റെയ്മണ്ട് ബ്രൗൺ എന്ന് പറഞ്ഞ ആളുടെ ഉദ്ധരണികൾ ഈ പുസ്തകത്തിൽ ധാരാളം തന്നിട്ടുണ്ട്. ആരാണ് റെയ്മണ്ട് ബ്രൗൺ എന്നുള്ളത് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നു. അതിനെ തള്ളി പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മുസ്ലിമായിട്ട് അംഗീകരിക്കുമോ? മറുപടി പറയേണ്ട ആവശ്യമില്ല. മറുപടി ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, സത്യ മുസ്ലിംസ് അവരാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഖാദിയാനികളെ അല്ലെങ്കിൽ അഹമ്മദിയാസെ നിങ്ങൾ മുസ്ലിംസായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള കടിപിടി, നിങ്ങൾ തമ്മിലുള്ള അറ്റാക്ക് ഇൻ്റർനെറ്റിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ കാണാറുണ്ട്. അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്ത് ധാരാളം കാര്യങ്ങൾ എഴുതാറുണ്ട്. അവർ എഴുതുന്നതോ അല്ലെങ്കിൽ ഒരു സൽമാൻ റഷ്ദി എഴുതിയതോ ഉദ്ധരണി ഞാൻ എടുത്തിട്ട് നിങ്ങളുടെ അഗേൻസ്റ്റ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെ തോന്നും? അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു പണ്ഡിതൻ, ഉദ്ധരണി തന്നിരിക്കുന്ന ഒരു പണ്ഡിതൻ റെയ്മണ്ട് ബ്രൗൺ എന്ന് പറഞ്ഞ ബൈബിളിനെ തള്ളി പറഞ്ഞ ഒരു മനുഷ്യനാണ്. ക്രിസ്ത്യാനിയല്ല. ഞാൻ ഈ കാര്യം ഇതിന് മുൻപും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവരുടെ ഉദ്ധരണി എടുത്തു കഴിഞ്ഞാൽ ആർക്കും എന്ത് വേണമെങ്കിലും തെളിയിക്കാം. എനിക്ക് ഖാദിയാനികൾ എഴുതിയിരിക്കുന്നതോ മുസ്ലിംസിൻ്റെ ഇടയ്ക്ക് ഇന്ന് 24 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഈ ഗ്രൂപ്പ്സ് എഴുതിയിരിക്കുന്ന ലിറ്ററേച്ചർ എടുത്ത് ഈസി ആയിട്ട് എനിക്ക് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ സാധിക്കും. ഈ വിവരങ്ങളൊന്നും ആർക്കും ഇതൊന്നും ഇഗ്നറൻ്റ് അല്ല. ഇൻ്റർനെറ്റിൽ മുസ്ലിംസ് ആൻഡ് മുസ്ലിംസിനെ ഒപ്പോസ് ചെയ്യുന്ന മറ്റു മുസ്ലിംസ്, സ്പെഷ്യലി ഖാദിയാനികൾ ധാരാളം വെബ്സൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. ബൈബിളിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന ഈ ഗ്രന്ഥത്തിൽ ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റയൊരു ബുക്കിൻ്റെ പോലും റെഫറൻസ് ഇല്ല. ഞാൻ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും സിമ്പിൾ ബുക്കാണ് ബൈബിൾ ആൻഡ് മോഡേൺ സയൻസ്. ഒരു വ്യക്തി വസ്തുത അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വ്യക്തി ഗവേഷണ മനോഭാവത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഈ ബുക്സ് ഒന്നും കിട്ടാൻ ഒരു പ്രശ്നവുമില്ല. ഒരു ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ 100 കണക്കിന് ബുക്സ് ഉണ്ട്. ഞാൻ ഈ എഴുതിയിരിക്കുന്നത് 8ാം ക്ലാസ് ലെവലിലാണ്. ടെക്നിക്കലും എഴുതിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, 8ാം ക്ലാസ് ലെവൽ തൊട്ട് PhD ലെവൽ വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ സയൻസ് ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒറ്റയൊരു ബുക്കിൻ്റെ ഉദ്ധരണി ഇതിൻ്റെ അകത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ബൈബിളിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്ത് എഴുതുന്ന ആളുകളുടെ അവരുടെ ഗവേഷണത്തിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, ജന്തുക്കളുടെ വെജിറ്റേറിയനിസം. ക്രിയേഷൻ റിസർച്ച് സൊസൈറ്റി ക്വാർട്ടർലി 10 വർഷം മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ സത്യാന്വേഷികളാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഞാൻ റിസർച്ച് പേപ്പർ അയച്ചുതരാം. അത് ഗവേഷണമൊന്നും ചെയ്യാതല്ല, 100 വർഷം പഴക്കമുള്ള ബുക്സിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് എഴുതപ്പെട്ട ബുക്സ് അല്ല. നേരെ മറിച്ച് ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ഡേറ്റ ഉപയോഗിച്ച് റിസർച്ച് ചെയ്ത് ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ച് അപ്രൂവ് ചെയ്ത റിസർച്ച് പേപ്പേഴ്സാണ്. സർപ്പം പൊടി തിന്നുന്നതിനെക്കുറിച്ച് ഇതിൻ്റെ അകത്തൊരു റെഫറൻസ് ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. സർപ്പത്തിന് പൊടി ഭക്ഷണമായിട്ട് കൊടുത്തിരിക്കുന്നതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, സർപ്പം പൊടി തിന്നുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർപ്പം പൊടി തിന്നാറുണ്ടെന്ന് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. താല്പര്യമുണ്ടോ? റൈറ്റ് ടു മീ, ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു. റെയിൻബോ, വാട്ട് ഈസ് ദ മലയാളം ഫോർ റെയിൻബോ? മഴവില്ലിനെ കുറിച്ച്
ക്ഷമിക്കണം, മലയാളം എൻ്റെ മാതൃഭാഷയല്ല. ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്താണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ മാതൃഭാഷ ഹിന്ദിയാണ്. ഞാൻ ലൈഫ് ലോങ് മധ്യപ്രദേശിലായിരുന്നു. നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി തന്നെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് വളരെ സ്ട്രഗിൾ ചെയ്താൽ സംസാരിക്കുക. അതുകൊണ്ട് എനിക്ക് തെറ്റു പറ്റിയാൽ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ വേർഡ്സ് കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കണം. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെ ഇംഗ്ലീഷിൽ സംസാരിക്കാവുന്ന ഇതിന് മുൻപ് പല പ്രാവശ്യം ഓഫർ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ആരും തയ്യാറാകാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ ഈ ഡിബേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. മഴവില്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ബൈബിൾ പറയുന്നത് നോഹയുടെ ജലപ്രളയം കഴിഞ്ഞാണ് മഴവില്ല് പ്രത്യക്ഷപ്പെട്ടതെന്ന്. അത് ശാസ്ത്രീയ മിസ്റ്റേക്കാണെന്ന്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എഴുതുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് നടന്ന ഗവേഷണത്തിൽ ഇന്റർനെറ്റിൽ ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായനെ. ഓസ്ട്രിയയിലുള്ള ഫിസിക്സിൽ PhD ചെയ്ത ഡോക്ടർ ജോസഫ് ഡില്ലോ 30 വർഷം മുൻപ് ഈ വിഷയത്തെക്കുറിച്ച് റിസർച്ച് ചെയ്ത് 500ഓളം പേജ് സൈസ് വരുന്ന ഒരു പുസ്തകവും 300ഓളം പേജ് സൈസ് വരുന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തതാണ്. ഓഫ് കോഴ്സ് ഒരു വിഷയത്തെക്കുറിച്ച് റിസർച്ച് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നാച്ചുറലി ഇഗ്നറൻസിൽ നിന്ന് എഴുതിയെന്നിരിക്കും. നോഹയുടെ ജലപ്രളയം കഴിഞ്ഞ് തന്നെയാണ് മഴവില്ല് പ്രത്യക്ഷപ്പെട്ടതെന്നും അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. ഓസ്ട്രിയയിലുള്ള ഫിസിക്സിൽ PhD ആയ ഡോക്ടർ ജോസഫ് ഡില്ലോ ഇതിനെക്കുറിച്ച് 2 ബുക്കും, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മറ്റു പലരും ഇതിനെക്കുറിച്ച് 25ഓളം ബുക്സ് എഴുതിയിട്ടുണ്ട്. ഓരോ വിഷയത്തെക്കുറിച്ച് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി റിസർച്ച് ചെയ്തിട്ടുള്ളത്. അതിനോട് ഒരു കാര്യം പറയട്ടെ, നോഹയുടെ ജലപ്രളയത്തിലുണ്ടായ പെട്ടകത്തെക്കുറിച്ച് എത്ര റിസർച്ച് പേപ്പേഴ്സാണ് ക്രിയേഷൻ റിസർച്ച് സൊസൈറ്റി ക്വാർട്ടർലിയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫിസിക്സിലും മാത്തമാറ്റിക്സിലും ഒക്കെ MSc ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചെയ്യുന്നു. അല്ലാതെ ഈ വിഷയത്തിലൊന്നും ജസ്റ്റ് വിട്ട് ഓടുകയല്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, മറുപടി പറയാം. ചില സഹോദരങ്ങൾ ചിരിക്കുന്നു. നിങ്ങൾ ഓർത്തുന്നിരിക്കും ഞാൻ ഇവിടെ പഠിത്തത്തെ സ്കോളർലി ലെവലിനെ കാണിക്കുക. അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാ ലെവലിലുള്ളവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. എല്ലാ ലെവലിലുള്ളവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ലെവലിലുള്ളവർക്ക് വേണ്ടി മാത്രമേ എഴുതിയിട്ടുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ എന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞത്. ഞങ്ങൾ എല്ലാ ലെവലിലുള്ള ആളുകൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, സൂര്യൻ ആകാശത്തിൻ്റെ ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിൽ വരെ ഗമനം ചെയ്യുന്നെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതൊരു അബദ്ധമാണ്. ബൈബിൾ സയൻസിൻ്റെ എലിമെൻ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്, സൂര്യൻ ഒരു കോർണറിൽ നിന്ന് മറ്റു കോർണർ വരെ ഏകദേശം 30 km/s സ്പീഡിൽ ഗമനം ചെയ്യുന്നുണ്ട്. ഇതൊരു ശാസ്ത്ര വസ്തുതയാണ്. അത് കണ്ടിട്ടില്ല എന്നാരെങ്കിലും നടിച്ചാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി കണ്ടിട്ടില്ലെങ്കിൽ അതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ല. കടുകുമണിയെക്കുറിച്ച് ഒരു ഓബ്ജക്ഷൻ പറഞ്ഞിരിക്കുന്നത്, കടുകുമണി ഭൂമിയിലുള്ള ഏറ്റവും ചെറിയ സീഡല്ലെന്ന്. ഏറ്റവും ചെറിയ സീഡാണെന്ന് ബൈബിൾ പറയുന്നില്ല. ബൈബിളിൻ്റെ ആദിമകാലത്ത് അല്ലെങ്കിൽ ഈ ഡൈനോസോർ യുഗത്തിലുള്ള ട്രാൻസ്ലേഷൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ, സ്പെഷ്യലി അവരവരുടെ മാതൃഭാഷ അല്ലാത്ത ലാംഗ്വേജസിലുള്ള ട്രാൻസ്ലേഷൻസ് ഒക്കെ വായിച്ച് ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് വരാവുന്നതാണ്. അന്നത്തെ കാലത്ത് കൃഷിക്ക് വേണ്ടി ഉപയോഗം ചെയ്യപ്പെട്ട സസ്യങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നു എന്നുള്ള കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവോട് പറഞ്ഞത്. അത് വസ്തുതയാണ്, തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം? 2πr അല്ലെങ്കിൽ πr² എന്നുള്ള ഈ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട പയ്യെക്കുറിച്ച് ഇതിൻ്റെ അകത്തൊരു പരാമർശമുണ്ട്. ബൈബിളിൽ പയ്യുടെ വാല്യൂ ആക്യുറേറ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല.